നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ വന്നത് എന്റെ മീനാക്ഷിയെ കാണാനാ. നിന്റെ മീനാക്ഷിയോ? അതെന്നു മുതലാ മീനാക്ഷി നിന്റേതായത്? എന്റെ രാജലക്ഷ്മി, ഇവരോടൊക്കെ സംസാരിച്ച് വെറുതെ അവനവന്റെ എനർജി കളയണ്ട. ജഗദീഷേ, എന്തിനാ ആങ്ങളെ വിളിക്കുന്നെ? എന്നെ കണ്ടപ്പോ പേടിച്ചു പോയോ? പേടിക്കാൻ നീ ആര്? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എന്തിനാ നിന്നെ പേടിക്കുന്നത്? നിന്നോടൊക്കെ മറുപടി പറയണമെങ്കിലേ നല്ല കൈക്കരുത്തുള്ള ആണുങ്ങൾ വേണം. അതിനാ ഞാൻ എന്റെ ആങ്ങളെ വിളിച്ചത്. നീ എന്ന് മുതലാടി കണ്ട അലവലാദികളുടെ അകമ്പടിക്കാരിയായത്? മാറിക്കടി. നിനക്ക് എന്നെ കാണുമ്പോ അല്ലെങ്കിലും ഒരു എല്ല് കൂടുതലാ. ഞാനേ അത് മനഃപൂർവ്വം വിട്ട് കളയുന്നതാ. നീ അതോ ഓർമ്മിച്ചു? എടി, തിണ്ണമെടുക്ക് കാണിക്കുന്നത് ചെമ്പകമംഗലംകാരുടെ രീതിയല്ല. വീട്ടിൽ കയറി വരുന്നവര് അതിനിപ്പോ ഏത് യൂസ്ലെസ് ആണെങ്കിലും ശരി അപമാനിച്ചു വിടാറില്ല ഞങ്ങള്. അതുകൊണ്ട് വന്ന കാര്യം പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പോവാൻ നോക്ക് പെണ്ണുമ്പിള്ളേ. അതെ, നിന്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് വെറുതെ നാണം കെടാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് വേഗം വന്ന കാര്യം പറ. അല്ലെങ്കിലും ഇവിടെ താമസിച്ചു കുളിച്ചു തൊഴാനൊന്നും അല്ല മാധവ മന്ദിരത്തിൽ ഇന്ദ്രജ ഇങ്ങോട്ട് വന്നത്. ഓ, ഞാൻ വന്നത് എന്റെ മീനാക്ഷിയെ കാണാനാ. നിന്റെ മീനാക്ഷിയോ? അതെന്നു മുതലാ മീനാക്ഷി നിന്റേതായത്? എന്റെ രാജലക്ഷ്മി, ഇവരോടൊക്കെ സംസാരിച്ച് വെറുതെ അവനവന്റെ എനർജി കളയണ്ട. മീനാക്ഷിയെ കാണാൻ വന്നാണെങ്കിലേ കണ്ടിട്ട് പൊക്കോട്ടെ. മാലതി, പോയി മീനാക്ഷിയെ വിളിച്ചോണ്ട്. കരയല്ലേ മോളെ? മോളിങ്ങനെ കരയല്ലേ? നീ ഇങ്ങനെ ചങ്ക് പൊട്ടി കരയുന്നത് കാണാനുള്ള ശക്തി ഈ അമ്മയ്ക്കില്ല. എന്റെ മോള് ദൈവത്തോട് പ്രാർത്ഥിക്ക. അല്ലാതെ ഈ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ അമ്മയല്ലേ നിന്നെ വിഷമിപ്പിക്കുന്നത്. ആ അമ്മയോട് എനിക്ക് എന്ത് പറയാൻ പറ്റും? എന്തിനാ അമ്മ ഈ മുത്തശ്ശി എല്ലാ കാര്യത്തിനും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്റെ അച്ഛൻ മരിച്ചപ്പോ തുടങ്ങിയത് അത് ഇതുവരെ തീർന്നിട്ടില്ല. ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമോളല്ലേ അമ്മ. എന്റെ അച്ഛനും അമ്മയും മരിച്ച് എനിക്ക് ആരും ഇല്ലാണ്ടായി പോയതുകൊണ്ടാണോ മുത്തശ്ശി എന്നെ ഇങ്ങനെ ചീത്ത പറയുന്നത്? മോളെ, മുത്തശ്ശിക്ക് ഇത്ര വെറുപ്പാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം അമ്മ. മോൾ എങ്ങോട്ട് പോണ്ട. ഇത് മോളുടെ അച്ഛന്റെ വീടാ. എന്തിനാ അമ്മ അങ്ങനെ ഒരു അവകാശം? ഏത് നേരവും ചീത്ത കേൾക്കാനും കരയാനുമായിട്ട് എന്തിനാ എനിക്കിങ്ങനെ ഒരു ജന്മം?
എന്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ അച്ഛനെ ഇരിക്കപ്പിണ്ടം വെച്ച വീടായത്. അച്ഛനോട് കാണിക്കാത്ത കരുണ മുത്തശ്ശി എന്നോട് കാണിക്കോ? മോളെ, ഒരു വിഷമം ഉണ്ടായെന്ന് വെച്ച് നീ അവിവേകം ഒന്നും പറയല്ലേ. നോക്ക്, നിന്റെ മുത്തശ്ശി അങ്ങനെയുള്ള ആളൊന്നുമല്ല. അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ട്. ആരൊക്കെയോ അമ്മയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചിട്ടുണ്ട്. അതാ സത്യം. രഹസ്യം വല്ലതുമാണോ? ഒരു കാര്യം പറയാൻ അങ്ങോട്ട് വരാവോന്നാ ചോദിച്ചേ. കാര്യം എന്താന്ന് വെച്ചാ പറയും മാലതി. ഇന്ദ്രേജി വന്നിട്ടുണ്ട് മീനാക്ഷിയെ കാണാൻ. അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോകുന്നില്ലമ്മേ. അങ്ങനെ പറയല്ലേ മോളെ, ഒരാള് കാണാൻ വന്നതല്ലേ. മോള് വാ, എഴുന്നേക്ക് വാ. ഇങ്ങ് വന്നേ. ഇവരെയൊക്കെ എന്തിനാ നോക്കുന്നേ? നിന്റെ വല്യമ്മേനെ വിളിക്കുന്നേ? നീ വാ. ചെല്ലേ. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.